എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ട്രൂ ടോക്കിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഉണർവിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉണർവ് നടക്കുന്നതായിട്ട് കേൾക്കാനിടയായി, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയിൽ ശക്തമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ശക്തമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ശക്തമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പഞ്ചാബിൽ ശക്തമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നല്ലൊരു ശതമാനവും യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ ഫോളോ ചെയ്യുന്നവരായിട്ട് മാറുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബിൽ നടക്കുന്ന ഉണർവിനെ പറ്റി പഠിക്കുമ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുന്നമേ അനേക ദൈവഭൃത്യന്മാരവിടെ പ്രവർത്തിച്ചിരുന്നു. സാധു സുന്ദർ സിംഗ് പോലുള്ള പല ഭക്തരായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെയും ശക്തമായിട്ട് പഞ്ചാബിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. പിന്നത്തേതിൽ സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് അതിനുശേഷം ശക്തമായിട്ട് ഉണർവുകൾ ആ ദേശത്ത് ശക്തമായിട്ട് നടക്കാനിടയായി. പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പം ഉണർവ് നടക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഇന്ത്യയിൽ അനേക സ്റ്റേറ്റുകളിൽ ശക്തമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ പോകുന്നൊരു കാര്യമാണ്. ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് പേരാണ് ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദേശത്ത് മാത്രമല്ല, ലോകവ്യാപകമായിട്ട് ശക്തമായ ഉണർവ് നടക്കുകയാണ്. പ്രത്യേകിച്ച് പല ഇസ്ലാമിക രാജ്യങ്ങളിലും ശക്തമായിട്ട് ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരാണ് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെയാണ് ഉണർവിൻ്റെ കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഏകദേശം 10 ലക്ഷം പേരാണ് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പല റീസണുകളുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന, ദൈവത്തിന് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ആരിലൂടെയും പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ 2025 നമ്മൾ നോക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗത്തു നിന്നും വലിയ വലിയ ദൈവപ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു വിദേശ രാജ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിൽ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അന്ന് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഉണർവ് നമ്മൾ നേരിട്ട് കാണാനും ആ ഉണർവിൻ്റെ ഒരു ഭാഗമാക്കി ദൈവം മാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ ദേശത്ത് തന്നെ നമ്മളെ പിടിച്ചു നിർത്തിയെന്ന് പോലും ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്. ശക്തമായിട്ട് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഹൈദരാബാദിൽ കാൽവറി ടെമ്പിൾ ചർച്ചിൽ ഈ അടുത്തിടയിലാണ് തുടങ്ങിയേക്കുന്നത്. ആദ്യം 2005 ശേഷമാണ് തുടങ്ങിയേക്കുന്നത്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസത്തിൽ വന്ന ഒരു പാസ്റ്ററാണ് അവിടെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. 3 ലക്ഷം വിശ്വാസികളുണ്ടെന്ന് പറയപ്പെടുന്നു. ആ കാൽവറി ടെമ്പിൾ ഏകദേശം 52 ദിവസം കൊണ്ടാണ് 18,000 പേർക്ക് ഇരിക്കാനുള്ള ചർച്ച അവർ ഡിസൈൻ ചെയ്തത്, അതായത് പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആന്ധ്രാപ്രദേശിലെ വർഷങ്ങൾക്ക് ഭയങ്കര ഒരു കൊടുങ്കാറ്റുണ്ടായിട്ട് ഞായറാഴ്ച രാവിലെ ആരാധിക്കാൻ കടന്നപ്പം അവിടുത്തെ ടെൻ്റെല്ലാം പറന്നു പോയിരിക്കുന്നു. അവിടെ കൂടി വന്ന ആ ആരാധനയ്ക്ക് വന്നായിട്ട് 2000 പേരാണ് ആ ചർച്ച് പെട്ടെന്ന് അവർ ബിൽഡ് ചെയ്ത് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ബിൽഡ് ചെയ്ത് അവിടെ ആരാധന തുടങ്ങി. അപ്പം ഞാൻ ചിന്തിച്ച്, നമ്മുടെ കേരളത്തിലാണെങ്കിലും നനച്ചു നോക്ക്, അപ്പം അത്ര ഐക്യത്തോടുകൂടെ ആണ് അവിടെ വരുന്ന ജനമാണെങ്കിൽ പോലും ആ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ആ ദേശത്തിനാണെങ്കിലും അവിടെയുള്ള സഭകൾക്കാണെങ്കിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതാണ് ആദ്യം പറഞ്ഞ
ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ എനിക്ക് പറയാൻ കഴിയുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഏത് വർഷമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? ഈ ഉണർവിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ പല പോസ്റ്ററുകളും കാണാനിടയായിത്തീർന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രേ ഫോർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പല ബാനറുകൾ ഞാൻ കാണാനിടയായിത്തീർന്നു. എന്നാൽ സഭാചരിത്രം പഠിക്കുമ്പം 1998 ആ കാലഘട്ടത്തിൽ ഒരുപാട് വിദേശത്തുള്ള മിഷണറിമാരിവിടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഹോട്ടലിൽ റൂം എടുത്ത് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടൊക്കെ സഭാചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. 1997-98 കാലഘട്ടങ്ങൾ. അതിനുശേഷമാണ് നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് സഭകൾ കേരളത്തിലാണെങ്കിലും വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ 98-ന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ശക്തമായിട്ട് ഒരു കൂട്ടത്തോടുകൂടെ ജനം കർത്താവിലേക്ക് വരുന്ന ഒരു കാഴ്ച 98-ന് ശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ മന്ദഗതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂട്ടമായിട്ട് ഞാനിപ്പോൾ നമ്മുടെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ഞാൻ പലരെയും നമ്മുടെ പാരമ്പര്യ സഭകളിൽ IPC ചർച്ച പോലും ശാരോൺ ഇങ്ങനെയുള്ള സഭകളിലൊക്കെ ഞാൻ കൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർ പലരും എന്നോട് പറഞ്ഞത് ഇവിടെ 2-3 വർഷത്തിനിടയിൽ 1-2 സ്നാനമൊക്കെ നടന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള സ്നാനക്കുളങ്ങൾ ഞാൻ പോലും നമ്മുടെ ജനത്തെ കൊണ്ട് ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, 10, 15, 20 പേരെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു 1993 സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രേ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബാനർ ഞാൻ ശ്രദ്ധിക്കുന്നു. 98-ന് ശേഷം അസാധാരണമായിട്ട് റിവൈവലിൻ്റെ പല സൂചനകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചാബിൽ നടക്കുന്ന ഉണർവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ പഞ്ചാബിൽ നടക്കുന്ന ഉണർവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് പല റീസൺസ് ഉണ്ട്. പൊളിറ്റിക്കൽ സൈഡിലും പല കാരണങ്ങളുണ്ട്. എന്നാൽ പഞ്ചാബിൽ അനേക വർഷം മുന്നമേ ഉണർവിൻ്റെ ഒരു കാറ്റ് അവിടെ അടിക്കാനിടയായി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചാബുള്ള സ്റ്റേറ്റിൽ ഉണർവിൻ്റെ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ അത് വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് ദൈവജ്ഞന്മാർ അവിടെ പോയി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉണർവ് നടക്കാനായിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നോക്കുമ്പം ഈ താണ ജാതിക്കാരെയൊക്കെ അവിടെ അയിത്തം പോലെയായിരുന്നു ഉയർന്ന ജാതിക്കാരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അവർക്ക് സമൂഹത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരെ അവിടെ ചെന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അവർ പിന്നെ നല്ല സ്കൂൾ, അവരുടെ കുട്ടികൾ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായി, നല്ല സ്കൂളിൽ പഠിച്ചു, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു മാറി. അപ്പം അങ്ങനെ വന്നപ്പോൾ ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത നിലയിലാണ് അവിടെ ഇപ്പോൾ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചാബിൻ്റെ ഉണർവിനെ പറ്റി, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഉണർവിനെ പറ്റി ഒരുപാട് വീഡിയോകൾ പല ദിവസം വരെ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ തന്നെ ലോകവ്യാപകമായിട്ടും ശക്തമായി ഉണർവ് നടക്കുന്നുണ്ട്. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ക്രിസ്തു മതത്തിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ കൺവേർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് രാജ്യങ്ങൾ കർത്താവിലേക്ക് കൂട്ടമായിട്ട് വരുമെന്ന് തന്നെയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിശേഷവുമായിട്ട്, മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വേഗത്തിൽ ഓടിയെത്താം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.